എന്ന സീരീസിലാണ് നമ്മളുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജമായ പണം വരുന്നതോടുകൂടി തന്നെ എല്ലാം വരണം. സമാധാനം വരണം, ആരോഗ്യമുണ്ടാവണം, നല്ല കുടുംബജീവിതം ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. അതിനുള്ള വഴികളാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ ചോദിക്കുന്നത്, ആദ്യമായിട്ട് ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് യെസ് ടൈപ്പ് ചെയ്ത്. ആദ്യമായിട്ട് ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര ആളുകൾ ആദ്യമായിട്ട് ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നു? യെസ്, ഒത്തിരി 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 ആളുകൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്. ശരി, വളരെ സന്തോഷം. ഈ ആദ്യമായി പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ ആദ്യമായി പങ്കെടുക്കുന്ന ആൾക്കാരോടൊക്കെ പറയുവാനുള്ളത്, ഹാപ്പി പാർക്കിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും 6:30 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കേട്ടതുപോലെ അതിശക്തമായ ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് മെഡിറ്റേഷൻസുകളുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിന് 5ഓളം അവസ്ഥയുണ്ട്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ് അൽഫ എന്ന് പറയുന്ന. അൽഫ സ്റ്റേജിൽ ബ്രെയിനിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ, അൽഫ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് മനസ്സിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ബ്രെയിൻ അൽഫ ലെവലിലോട്ട് കൊണ്ടുവരുവാനും, അതുപോലെ തന്നെ ശക്തമായ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് സന്നിവേശിപ്പിക്കുവാനും, അതേപോലെ തന്നെ സമൃദ്ധിയുള്ള ഒത്തിരി കാഴ്ചകൾ കാണുവാനും ഒക്കെയാണ് രാവിലെ 6:30 മുതൽ വളരെ കുറഞ്ഞ സമയമുള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളതിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും, ഒരു ദിവസം ഇല്ലാതെ, ഒരു ദിവസം ഒഴിവില്ലാതെ ഇതിൽ പങ്കെടുക്കുക എന്നതാണ് ആദ്യമായി പങ്കെടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയുവാനുള്ളത്. കാരണം നമ്മുടെ ബ്രെയിൻ ഒരു ന്യൂറോ പാത്ത് ഉണ്ട്. അതായത് ഓരോ മനുഷ്യന്റെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക തരം രൂപത്തിൽ ന്യൂറോൺസുകൾ അട്ടിയായി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വരമ്പിലൂടെ മാത്രമേ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ വ്യക്തിക്ക് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഏത് രൂപത്തിലാണോ ന്യൂറോൺസുകളെല്ലാം സെറ്റായിരിക്കുന്നത്, ആ സെറ്റായ രൂപത്തിലുള്ള ജീവിതം മാത്രമേ ആ വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സെറ്റായതിനെ പൊളിച്ചു മാറ്റണമെങ്കിൽ സ്ഥിരമായി പോകുന്ന റൂട്ടിലൂടെ തന്നെ പോയതുകൊണ്ട് കാര്യമില്ല. നമ്മളൊരു വഴിയിലൂടെ പോകുമ്പോൾ, ആ വഴി സ്ഥിരമായി പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ സ്ഥിരമായി എത്തുന്ന സ്ഥലത്താണ് എത്തുക. പുതിയ സ്ഥലത്തോട്ട് എത്തണമെങ്കിൽ പുതിയ വഴിയിലൂടെ സഞ്ചരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം, ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ പറയുന്നത്, എല്ലാവരും പുതിയതായ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുവാനും വേണ്ടി തുടങ്ങണം എന്നതാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. അതുകൊണ്ട് നാളെയും പങ്കെടുക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലോട് കിടക്കാം. എത്ര പേര് റെഡിയാണ്? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇത് എവിടെ, യൂട്യൂബിൽ കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, എവിടെ നിന്നാണെങ്കിലും ശരി, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത്. എല്ലാ ദിവസവും അല്പസമയം അവനവൻ്റെ മനസ്സിനെ ഒന്ന് ഷാർപ്പൺ ചെയ്യുവാൻ, നിലവിലുള്ള ചട്ടക്കൂടുകളെ, നിലവിലുള്ള ജീവിതത്തെ ഒന്ന് അഴിച്ച് പുതിയൊരു ദിശയിലോട്ട് ജീവിതം കൊണ്ടുവരുവാനും താല്പര്യമുള്ള ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്ത്. യെസ്, വളരെ 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 സന്തോഷം, വളരെ സന്തോഷം. കാരണം നമ്മൾ വില്ലിങ് ആവാതെ ഒരിക്കലും നമ്മളിലോട്ട് മാറ്റം വരില്ല. ഒരാളും ഇങ്ങോട്ട് കൊണ്ടു തരില്ല. അപ്ലിക്കേഷൻ കൊടുക്കാതെ ഏതെങ്കിലും ഒരു നടപടി ഉണ്ടോ പ്രപഞ്ചത്തിൽ? ഇല്ല. നിങ്ങളൊരു വീടിന് അപേക്ഷ കൊടുക്കുകയാണ്, വീടിന്റെ പ്ലാൻ അപേക്ഷ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കുമ്പോഴാണ് അത് ലഭിക്കുക. മൈ ഡിയർ ഫ്രണ്ട്സ്, സൂം എല്ലാവരും
ഹെൽത്തി ആയിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ പറഞ്ഞതെന്താ ചോദിക്കുകയാണെങ്കിൽ, അപേക്ഷ കൊടുക്കാതെ ഒരിക്കലും നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് വില്ലിംഗ് ആവണം, നമ്മൾ വില്ലിംഗ് ആവണം. നമ്മളെ വില്ലിങ്നെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ വളരെ സന്തോഷം, നിങ്ങളുടെ പ്രതികരണത്തിന് ഒത്തിരി സന്തോഷം. ഇത് ആരാണ് നമ്മളെ ഈ സൂം ഓക്കെ. ശരി, വളരെ സന്തോഷം. നിങ്ങളുടെ പ്രതികരണത്തിനൊക്കെ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ 3 ദിവസം മുമ്പ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അതായത് വളരെ ശ്രദ്ധിക്കണം, 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രദ്ധിക്കണം, 3 കാര്യം. അതിൽ ഒന്ന് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ്. വിശ്വാസം. രണ്ടാമത്തത് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള സ്നേഹമാണ്. ഇതിലെല്ലാം ഉൾപ്പെട്ടു. ഈ രണ്ടെണ്ണത്തിൽ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യന്റെ എന്താ പറയാ, ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ രണ്ടെണ്ണത്തിൽ ഉൾപ്പെട്ടു. മൂന്നാമത് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലെസ്റ്റാണ്, അല്ലെങ്കിൽ കാമമാണ്. ഇതിൽ മനുഷ്യന്റെ എല്ലാ വൈകാരികത ഉൾപ്പെട്ടു. ശ്രദ്ധിക്കണേ, ഇപ്പൊ സ്നേഹവും വിശ്വാസവും ലെസ്റ്റുമാണ് ഒരു മനുഷ്യനെ പ്രവോക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിന്തകൾക്ക് ചൂടുപിടിപ്പിക്കുന്നത്, തീരുമാനമെടുക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ഈ 3 എണ്ണമാണ്. ഇതില് ആദ്യം പറഞ്ഞ 2 എണ്ണം ആത്മീയമാണ്. സ്നേഹവും വിശ്വാസവും ഇത് ആത്മീയമാണ്, ഇത് ഇന്റേണലാണ്, ഉള്ളിലുള്ളതാണ്. എന്നാൽ കാമം എന്ന് പറയുന്നത്, ലെസ്റ്റ് എന്ന് പറയുന്നത്, അത് ഫിസിക്കലാണ്, മെറ്റീരിയലാണ്. അപ്പൊ ഒരു ചോദ്യം, അപ്പൊ ഈ സാറേ ഇത് 3 വേണ്ടേ? 3 വേണം. ഈ 3നെയും നമുക്ക് ഒരു പ്രത്യേക രൂപത്തിലൂടെ മെരുക്കിയെടുത്ത് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിനു മുമ്പിൽ കീഴടങ്ങാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഇതിനു മുമ്പിൽ കീഴടങ്ങാത്തതായിട്ട് ഒന്നുമില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് പരിശോധിക്കാം. ഒരു മനുഷ്യന്റെ വിശ്വാസവും ഒരു മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹനിർഭരമായ അവസ്ഥയും, എന്നാൽ ഇത് രണ്ടും ആത്മീയമാണ്, സ്പിരിച്വലാണ്, അകത്തുള്ളതാണ്. എന്നതുപോലെ തന്നെ ഒരു മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാർട്ട്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏരിയയാണ്. ഇതിനെയും നമ്മൾ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിലാണ് ഒരു മനുഷ്യന് വിജയം കരഗതമാവുന്നത്. കാരണം നമുക്കറിയാം, മനുഷ്യന്റെ ചിന്തകളാണ് വസ്തുക്കളായിട്ട് പുറത്ത് രൂപാന്തരപ്പെടുന്നത്. നമ്മൾ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എനർജി ആയിട്ട് പുറത്തു വന്ന്, പുറത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട കെമിക്കലുകളെയും എന്താ പറയുക, സർക്കംചാൻസസുകളെയും രാസവസ്തുക്കളെയും എല്ലാം ആകർഷിച്ച് നിങ്ങൾ ചിന്തിച്ച സംഗതികളാണ്, നമ്മൾ ചിന്തിച്ച സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും അനുഭവങ്ങളായിട്ടും വ്യക്തികളായിട്ടും സർക്കംചാൻസസ് ആയിട്ടും വരുന്നത്. എല്ലാവർക്കും അറിയാം. അപ്പോ നമ്മൾ ഇച്ഛിക്കുന്ന രൂപത്തിൽ സൃഷ്ടിപ്പ് നടത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ ഇച്ഛിക്കുന്ന രൂപത്തിൽ നമുക്ക് ചുറ്റും സൃഷ്ടിപ്പ് നടത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൃത്യമായ വിശ്വാസം ഉണ്ടായിരിക്കണം. കാരണം വിശ്വാസം ഇല്ല എങ്കിൽ സൃഷ്ടിപ്പ് നടക്കുകയില്ല. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായ ഒരു അവസ്ഥയാണ്. ഒരു വിഷയത്തിൽ തൻ്റെ ലൈഫിനെ മുഴുവനും മാറ്റിയിട്ട് ഒരു പുതിയ ദിശയിലോട്ട്, സമൃദ്ധിയുടെ ദിശയിലോട്ട്,
ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ മാറ്റണമെങ്കിൽ അത് കേവലം ഒരു ദിവസം കൊണ്ട് അങ്ങനെ സാധിക്കുകയില്ല. ചില പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ സുനിശ്ചിതമായിട്ടും പറയുവാൻ സാധിക്കും, നമുക്ക് ആ വിശ്വാസത്തെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഒരു സംശയ വിഷയമില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്താണ് ആഗ്രഹം? എനിക്ക് അത് നേടണം, എനിക്ക് പണം ഉണ്ടാക്കണം. ഒത്തിരി ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നു. ഈ അനുഭവങ്ങളൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ ജീവിതവും മാറണം എന്നൊക്കെ പലരും വിചാരിച്ചുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ ഒരു സെഷൻസുകൾ, നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് കൃത്യമായി സൃഷ്ടിക്കുവാൻ സാധിക്കണമെങ്കിൽ നമുക്ക് വേണ്ടതിന്റെ കൃത്യമായ ചിത്രം നമ്മുടെ ഉപബോധ മനസ്സിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലൂടെയാണ് സൃഷ്ടിപ്പ് നടത്തുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പണമുണ്ടാക്കണം, ബാധ്യതകൾ തീർക്കണം, എനിക്ക് നല്ലൊരു ഐശ്വര്യ സമ്പൂർണമായ ജീവിതം വേണം. പക്ഷെ ഇതൊക്കെ അയാൾക്ക് വേണമെന്ന കേവലം ആഗ്രഹമാണ്. എന്തില്ല, ഇതെല്ലാം തനിക്ക് നേടുവാൻ സാധിക്കുമെന്ന വിശ്വാസമില്ല. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. അല്ലെങ്കിൽ ഇത് നേടുവാൻ ആവശ്യമായ ഒരു മാനസികാവസ്ഥ ആ വ്യക്തിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇയാളുടെ ആഗ്രഹങ്ങളെല്ലാം കേവലം മലർക്കൊടിക്കാരന്റെ സ്വപ്നം പോലെയാവും. കാരണം വിത്തൗട്ട് ബിലീവ് എന്ന് ഞാൻ പറഞ്ഞു, ഒരു മാനസികാവസ്ഥയാണ്. നമുക്ക് പണക്കാരനാവണമെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഇന്നുള്ളതിൽ നിന്നും മാറേണ്ടതുണ്ട്. നമുക്ക് കോടീശ്വരനാവണമെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഇന്നുള്ളതിൽ നിന്നും മാറേണ്ടതുണ്ട്. അങ്ങനെ മാറിയ ഒരു അവസ്ഥയിലോട്ട് എത്താതെ ഒരു മനുഷ്യനും ഒരു കാര്യവും സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ഒരു മാറ്റവും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധ്യമല്ല. അത് ഞാനൊന്ന് പറയാം. അതിനെങ്ങനെ കൊണ്ടുവരാമെന്നതിനെ കുറിച്ച് ഞാൻ പറയും. കാരണം ഒരാൾക്ക് അങ്ങനെ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്താതെ ഒരാൾക്ക് കാര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഏതുപോലെയാന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു അന്ധനുണ്ട്, ഒരു അന്ധൻ, കണ്ണു കാണാത്ത ഒരാൾ, അയാളോട് പറയാണ് റോസാപ്പൂവ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം അയാൾക്കത് മനസ്സിലാവും? ഒരന്ധന് റോസാപ്പൂവിനെ കുറിച്ച് വിശദീകരിക്കുന്നത് പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്നത്. ഉപബോധ മനസ്സ് ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു കാര്യം കൂടി പറയുന്നു, ഈ വിശ്വാസം എന്നത് മാനസികാവസ്ഥയാണ്. ഈ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കേവലം അന്ധവിശ്വാസം കൊണ്ടല്ല, അനുഭവങ്ങൾ കൊണ്ടും ജ്ഞാനം കൊണ്ടുമായിരിക്കണം നമ്മുടെ മനസ്സിൽ വിശ്വാസം നിറയേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം, അതിനുള്ള ആദ്യത്തെ 1-2 പടികൾ ഞാൻ പറയുന്നു. അതായത് വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഞങ്ങളെല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം മലേഷ്യയിലോട്ട് പോയി. ട്രഷറിന്റെ 4-3 ബാച്ചിലുള്ള ഒത്തിരി ആൾക്കാർ മലേഷ്യയിലോട്ട് പോയി. മലേഷ്യയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, മലേഷ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. മലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നിബിഡമായ ബിൽഡിങ്ങുകൾ കൊണ്ട് നിറക്കപ്പെട്ടതായിരിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിശ്വസിച്ച പോലെയോ നമ്മൾ വിചാരിച്ച പോലെയോ ഒന്നുമല്ല. അതാ ഞാൻ പറയുന്നത്, കേവലം വിശ്വാസം. ഒന്ന് ടൈപ്പ് ചെയ്തേ മാടി ഫ്രണ്ട്സ്. മലേഷ്യയിൽ പോയ ആരും ഇല്ലേ? യെസ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ കൃത്യമായ നോളജ്. ഇപ്പൊ നമുക്ക് വിശ്വസിക്കാം, നമ്മൾ അനുഭവിച്ചു, മലേഷ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ്. അപ്പൊ നമുക്കിപ്പോ കൃത്യമായിട്ടൊരു ധാരണ, വീണ്ടും നമ്മൾ സന്ദർശിക്കുമ്പോൾ വീണ്ടും നമുക്കൊരു കൃത്യമായ ധാരണ ആഴത്തിൽ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവുന്നത്, മാനസികമായ തലമുണ്ടാവുന്നത് കേവലം മലർക്കൊടിക്കാരന്റെ സ്വപ്നത്തിലൂടെയല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഒരു കുറ്റവാളിയെ കുറിച്ച് പറയുമ്പോൾ, ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളിയായി തീരുന്നതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏതൊരു കുറ്റവാളിയും ആദ്യം ആ കുറ്റത്തെ വെറുക്കുന്നു, കൊലപാതകത്തെ വെറുക്കുന്നു. എത്രയോ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട്, ഇന്ന ആൾക്കാരെ കുറിച്ചൊക്കെ, അവനൊക്കെ ഈ സൂയിസൈഡ് ചെയ്യാൻ എങ്ങനെ തോന്നി? എന്തുവാണ് ഒരു മനുഷ്യൻ, ഒരാൾ
തന്നെ തന്നെ കൊല്ല്, ഇത് ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോയിട്ട് സൂയിസൈഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം ആൾക്കാർ എന്ത് ചെയ്യും? അതിനെ വെറുക്കും. ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവുന്നതാണ്. പിന്നെ എന്ത് സംഭവിക്കും? സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആരാണോ അവര്, അല്ലെങ്കിൽ നമ്മുടെ സർക്കംചാൻസസ്, നമ്മൾ കേട്ട കേൾവികൾ, നമ്മൾ കണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകുമ്പോൾ മനസ്സൊരു പ്രത്യേക രൂപത്തിലോട്ട് പോകുന്നു. അങ്ങനെ ഇഷ്ടമില്ലാതെയാണ് ഓരോ കുറ്റകൃത്യവും ഓരോ മനുഷ്യനും ചെയ്യുന്നത്. അങ്ങനെ കുറെ അങ്ങ് ചെയ്യുമ്പോൾ ഇവൻ ഈ കുറ്റകൃത്യത്തിന്റെ അഡിക്റ്റ് ആയിട്ട് മാറുന്നു. മനസ്സിലായില്ലേ? ഇവൻ ഈ കുറ്റകൃത്യത്തിന് അഡിക്റ്റ് ആയിട്ട് മാറുന്നു. പിന്നെ അവൻ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഏത് കുറ്റവും ചെയ്യുവാൻ സാധിക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താ ചോദിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ ഒരു വിഷയം, ഒരു 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 മനസ്സ്, ഒരു വിശ്വാസം എന്ന തലത്തിലോട്ട് വരണമെങ്കിൽ, ഒരു അവസ്ഥയിലൂടെ എത്തണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യും. എന്താണോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക. അപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നത്, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നമുക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്താ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ അതിന് വില്ലിങ് ആണ്, ഞാൻ അതിന് തയ്യാറാണ്, ഞാൻ അതിന് ഒരുക്കമാണ് എന്നൊരു മാനസികാവസ്ഥ ആദ്യം നമുക്കുണ്ടാവണം. നമ്മൾ വില്ലിങ് ആവാതെ നമ്മിലോട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് ചിന്തിക്കുന്നത് മൂഢതരമാണ്. ഞാൻ വില്ലിങ് ആണ്, എനിക്ക് മാറണം, ഞാൻ സറണ്ടറാണ്, എനിക്ക് മാറിയേ പറ്റൂ. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ പതുക്കെ ചെയ്തു തുടങ്ങാൻ പറ്റൂ. ഞാൻ പറഞ്ഞ ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒരാൾ പറയാൻ, ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു, എന്താ പറയാ, ആയിരക്കണക്കിന് ആളുകൾ ജീവിതത്തിലൂടെ കടന്നു പോയ ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരുപാട് പുസ്തകങ്ങളിലൂടെ, ഒരുപാട് വലിയ വലിയ ആളുകളുടെ ട്രെയിനിങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലക്ക് കൃത്യമായിട്ട് എനിക്കറിയാം, ഏതൊരു മനുഷ്യൻ ഏതൊരു പതറ്റിക് കണ്ടീഷൻ ആണെങ്കിലും ശരി, അയാളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധ്യമാണ്. അസാധ്യമല്ലാതെ സിമ്പിളായിട്ട് സാധ്യമാണ്. അപ്പൊ അയാളുടെ മനസ്സ് ആ ഒരു അവസ്ഥയിലോട്ട് ഉയരണം. ആ ഉയരണമെങ്കിൽ അയാൾക്ക് ആദ്യം അതിന് വില്ലിങ് ആവണം. അയാൾ വില്ലിങ് ആവുക എന്നാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. വില്ലിങ് ആകുമ്പോ എത്തിപ്പിടിക്കുവാൻ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറയാം, സാറേ 25 ലക്ഷം രൂപ വേണം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ. ഈ 25 ലക്ഷം രൂപ ഈസി ആയിട്ട് നേടിയെടുക്കുവാൻ വില്ലിങ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ 1 കോടി രൂപ അത് ഈസിയായി നേടിയെടുക്കുവാൻ വില്ലിങ് ആകുമ്പോഴാണ് എനിക്കത് നേടിയെടുക്കണം, ഞാനതിന് റെഡിയാണ്, ഞാനതിന് വർക്ക് ചെയ്യാൻ റെഡിയാണ്. വില്ലിങ് ആകുമ്പോൾ, തയ്യാറാകുമ്പോൾ, മനസ്സ് തുറക്കുമ്പോൾ മാത്രമേ അതിനുള്ള വഴിയിലോട്ട് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. നേരെ മറിച്ചിട്ട് ഇതൊന്നും സാധ്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം, അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന മാനസിക തലം ആ ഒരു റിച്ച്നെസ്സിലോട്ട് പോകുന്നതിന് നമ്മൾ തന്നെ തടയുന്നു. എങ്ങനെ? ഇതൊന്നും സാധ്യമല്ല, ഐ ആം നോട്ട് റെഡി, ഇതൊന്നും സാധ്യമല്ല, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, കരീം സാറിന് ഇങ്ങനെ AC ഹാളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇതങ്ങ് വിട്ടേച്ച് വില്ലിങ്നെസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡോറ് ക്ലോസ് ചെയ്ത ആൾക്കാരാണ് ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. മനസ്സിലായില്ലേ? ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് തയ്യാറാവാത്തവരാണ്. എനിക്ക് നേടണം, ഞാൻ റെഡിയാണ് സർ, എനിക്ക് നേടണം, എനിക്ക് മാറണം. മനസ്സിലായോ? അങ്ങനെ ഒരു വില്ലിങ് ഉണ്ടാകുമ്പോഴാണ് ഊർജം വരിക. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആശയങ്ങളും അതേപോലെ തന്നെ ഇൻഡ്യൂസിയാസം ഇതൊക്കെ ഈ ലിസ്റ്റിൽ പെടും. അതാണ് നമ്മുടെ ഈ എല്ലാ ഗുരുക്കന്മാരും പറയുന്നത്, നമ്മുടെ സെക്ഷുവൽ എനർജി അത് പണമാക്കി മാറ്റാമെന്ന് പറയാൻ കാരണം, സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൃഷ്ടിപ്പ് നടക്കുന്ന എനർജിയാണ്. ഈ എനർജിയെ നമ്മുടെ ഗോളിലോട്ട് ഫോക്കസ് ചെയ്താൽ, അതോടുകൂടി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസവും സ്നേഹവും ഉണ്ടായാൽ അയാളുടെ ഉപബോധ മനസ്സിനെ അതിശക്തമായി സ്വാധീനിക്കുവാൻ സാധിക്കും. വലിയ താമസം ഉണ്ടാവില്ല. പിന്നെ ഉറച്ചു നിൽക്കണം. ഏതിനൊരു സമയമുണ്ട്. മനസ്സിലായില്ലേ? ഏതിനൊരു സമയമുണ്ട്. ആ ഒരു സമയം നിങ്ങൾക്ക് ആഗതമാകുമ്പോൾ നിങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതം, നിങ്ങളുടെ എന്ന് പറഞ്ഞ എൻ്റെയും ഞാനും നിങ്ങളൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ലോകത്ത് ഒരു മനുഷ്യരും ഒരു വ്യത്യാസവും ഇല്ല. രാജാവും അതുപോലെ തന്നെ ദാസനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് ഒരു 10 ആൾക്കാരുണ്ട്,
ഒരു 2 പുരോഹിതന്മാർ, 2 ഇന്ന മതക്കാർ, 2 ഇന്ന ജാതിക്കാർ, 2 താഴ്ന്ന ജാതിക്കാർ, 2 രാജാക്കന്മാർ, അവിടെ ഒരു ബോംബ് വീണു. ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേകമായി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ദർ ഈസ് നോ എനി സ്പെഷ്യാലിറ്റി എമംഗ് ദി പീപ്പിൾ. മനുഷ്യർക്കിടയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് ഈ പറയപ്പെട്ട രൂപത്തിൽ എനർജിയെ പ്രവേശിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ വില്ലിങ് ആവണം. ആ വില്ലിങ്നെസ് ആണ് നമ്മൾ അതിലോട്ട് നടക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആശയങ്ങളും അതോടുകൂടി തന്നെ നമ്മുടെ ആത്മീയവും മെറ്റീരിയലുമായിട്ടുള്ള ഈ 2 തലത്തിലുള്ള ഊർജവും ശക്തിയും ഒന്നാകെ ഒരു വിഷയത്തോട് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോഴാണ് അവിടെയാണ് സംഭവം നടക്കുന്നത്. അവിടെയാണ് ഉപബോധ മനസ്സിൽ സൃഷ്ടിപ്പ് നടക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു മനുഷ്യൻ നശിക്കുവാൻ എന്തെല്ലാമാണോ കാരണം, അതേ കാരണം തന്നെ നമുക്ക് ഒരാൾ വിജയിപ്പിക്കുവാൻ കൊണ്ടുവരാം. ഉദാഹരണമായിട്ട് ഒരാൾ നശിക്കുവാൻ കാരണം എന്തായിരിക്കാം? ഒരാൾ നശിക്കുവാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അയാളുടെ നശീകരണമായ ചിന്തകളും നശീകരണമായ സ്വഭാവവും നശീകരണമായ ആളുകൾ, നെഗറ്റീവായ ആൾക്കാരുടെ കൂടെയുള്ള എന്താ പറയാ സംസർഗവും, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ പരാജയത്തിലോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചത് എങ്കിൽ, ഇത് നേരെ തിരിച്ചിട്ടാൽ രണ്ടും ഒരേ സാധ്യതയാണ്. ഒരാൾക്ക് തകരാനും ഒരാൾക്ക് ഉയരുവാനും ഒരേ പോസിബിലിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും ഈ പറയപ്പെട്ട വിധി, നമ്മളിപ്പോൾ എത്തിച്ചേർന്ന ഡെസ്റ്റിനേഷൻ നമ്മളായിട്ടുണ്ടാക്കിയതാണ്. പക്ഷെ മഹാഭൂരിപക്ഷം ആൾക്കാരും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ പോവർട്ടിയിലും അതുപോലെ തന്നെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലുമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കറിയില്ല അവരുടെ ഉള്ളിലെ ഈ അന്ധകാരമാണ്. അവിടെ ഉള്ളിൽ വിശ്വാസം എന്ന് പറയുന്ന, അതായത് സമൃദ്ധിയിലേക്കുള്ള വിശ്വാസം, ഞാൻ പറഞ്ഞല്ലോ, കേവലം ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അന്ധവിശ്വാസമല്ല, ഒരു മനസ്സിന്റെ തലമാണ്. ആ ഒരു തലത്തിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നും, എത്രത്തോളം ഒരാൾക്ക് പ്രശ്നമുണ്ടോ അത്രത്തോളം തന്നെ വിജയിക്കുവാനുള്ള സാധ്യതയും അയാളുടെ മുമ്പിൽ തുല്യമായിട്ട് നിൽക്കുകയാണ് എന്ന സത്യം അറിയാത്തത് കൊണ്ട് ലക്ഷോപലക്ഷം ആളുകൾ നരകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യങ്ങൾ പറയുന്നുള്ളൂ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ഉപബോധ മനസ്സിനെ ഈ 3 കാര്യം ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട്, ചില ആൾക്കാരുണ്ട് ഹൈലി ക്രിയേറ്റീവായ ആൾക്കാരായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ഭൗതിക മെറ്റീരിയൽ ആയിട്ടുള്ള തന്നെ എന്താ പറയുക പ്രസന്റ് ചെയ്തുകൊണ്ട് താൻ ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യം, അതൊക്കെ ഈ ലസ്റ്റിന്റെ കൂട്ടത്തിൽപ്പെടും. കാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു സെക്ഷൽ ഫീലിംഗ് മാത്രമല്ല, ഒരാൾക്ക് തോന്നുന്ന, ഭൗതികമായി തോന്നുന്ന എല്ലാ സംഗതികളും അതിൽ ഉൾപ്പെടും. മനസ്സിലായില്ലേ? പക്ഷെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, 2 ചരടിപ്പുറത്തുണ്ട്, സ്നേഹവും വിശ്വാസവും. അതിലെല്ലാം പെട്ടു. കാരുണ്യം പെട്ടു, ദയ പെട്ടു, എന്താ പറയാ മൃദുത്വം പെട്ടു, എല്ലാം ഈ 2 പെട്ടു. ലെസ്റ്റിൽ ഞാൻ ബാക്കി പറഞ്ഞ എല്ലാ സംഗതികളും പെട്ടു. മനസ്സിലാവും? അപ്പൊ ഇതിനെ നമ്മൾക്ക് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മാനസികാവസ്ഥ ഉയർത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഉപബോധ മനസ്സിലോട്ട് പോകും. മനസ്സിലായില്ല? അപ്പൊ അതിന് നമുക്ക് വില്ലിങ് വേണം. വില്ലിങ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇൻഡ്യൂസിയാസം ഉണ്ടാവുള്ളൂ. വില്ലിങ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇൻഡ്യൂസിയാസം ഉണ്ടാവും, നമുക്കൊരു എനർജി ഉണ്ടാവും, നേടണം, ചെയ്യണം, പ്രവർത്തിക്കണം എന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറയാ, നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഇൻഡ്യൂസിയാസത്തോടു കൂടി, നമ്മൾ വില്ലിങ്ങോടുകൂടി ഉപബോധ മനസ്സിന് നിങ്ങളത് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ കൊടുക്കുന്ന നിമിഷം മുതൽ നമുക്ക് വേണ്ടി നമ്മുടെ തന്നെ അന്തരാത്മാവിന്റെ ഉള്ളിൽ നിന്ന് ഇത് പ്രവർത്തി തുടങ്ങും. ഉപബോധ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രവർത്തി ആരംഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ജീവിതത്തിൽ പണമുണ്ടാക്കുവാനും സമൃദ്ധി ഉണ്ടാക്കുവാനും നിങ്ങൾ തയ്യാറാണോ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ആർ യു റെഡി? ആർ യു വില്ലിംഗ് ടു ട്രാൻസ്ഫോം യുവർ സെൽഫ്? നമ്മളെ തന്നെ മാറ്റുവാൻ വില്ലിംഗ് ആണോ? പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ.
വില്ലിംഗ് ആണോ നിങ്ങൾ? പ്ലീസ് ടൈപ്പ്. എത്ര ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നു നോക്കട്ടെ. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആ വില്ലിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കൂ. സർ, അതിനൊന്നും ബിൽഡിംഗ് അല്ലേ. എന്നോട് പലപ്പോഴും ക്ലാസ്സിലൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഒരു മണിക്കൂറൊന്നും പറയാതെ ഒരു ക്യാപ്സ്യൂലായിട്ട് അങ്ങ് തരൂ. ഈ ക്യാപ്സ്യൂലായിട്ട് നൽകിയിട്ട് കാര്യം, ഞാൻ ഈ പറയുന്ന ഈ ക്ലാസ്സുകളൊക്കെ നിരന്തരം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ബ്രെയിനിന്റെ ന്യൂറോൺസിന്റെ പല മതിലുകളും പൊട്ടി തകരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രഷറിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുടെ ലൈഫ് അതിശക്തമായ രൂപത്തിൽ മാറുന്നത്. ആ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ ഇതുവരെ കേൾക്കാത്ത, എന്നാൽ നമ്മുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളിൽ ഊറിയിരിക്കുന്ന ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഡൗട്ട്സുകളും എല്ലാം മാറ്റി ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പതുക്കെ 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 കാലമെടുത്ത് സമയമെടുത്ത് നമ്മുടെ മതിലുകൾ ഇങ്ങനെ പൊളിഞ്ഞു 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 പോയി. പകരം അവിടെ പുതിയ മതിലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മതിലുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വഴികൾ ഉണ്ടാവുന്നു. അതായത് പഴയ വഴികളെല്ലാം തൂർന്ന് ഈർന്ന് ഇല്ലാതെയായി പുതിയ വഴികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ ഈ ക്ലാസ്സുകൾ നിരന്തരമായി കേൾക്കുമ്പോൾ തന്നെ മാറ്റം സംഭവിക്കും. ലോകത്തെ നയിച്ച ഇപ്പൊ നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ ക്ലാസ് എടുക്കുകയല്ലേ ചെയ്തത്. ക്ലാസ് എടുക്കുകയും ജനങ്ങൾക്കും ഇടയിലൂടെ ജീവിച്ച് കാണിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു തരത്തിൽ ദാരിദ്ര്യത്തിന്റെ ഒരു വഴിയാണ് നമ്മുടെ ബ്രെയിനിൽ ഡൊമിനേറ്റ് ആയിട്ട് തുറന്നു കിടക്കുന്നതെങ്കിൽ, കോടിക്കണക്കിന് ന്യൂറോൺസുകൾ ഈ ദാരിദ്ര്യത്തിന്റെയും കഷ്ടതയുടെയും എന്താ പറയുക ദാമ്പത്യ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളുടെയും ആ ഒരു ലൈനിലാണ് നമ്മുടെ ന്യൂറോൺസുകൾ പ്രബലമായിട്ട് നിൽക്കുന്നത് എങ്കിൽ അതിനെ ടച്ച് തകർക്കുവാൻ ഹാപ്പി പാർക്കിനെ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് സാധിക്കും എന്നാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്തിട്ടല്ല എങ്കിൽ നമ്മൾ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ വഴി അത് തന്നെയാണ് വേണ്ടത് എന്ന രൂപത്തിൽ ബ്രെയിൻ കൃത്യമായി, നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്താണ്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ന്യൂറൽ പാത്വേ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങളൊന്നും വേണ്ട, ChatGPT നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്, പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്, എല്ലാം കൃത്യമായിട്ട് വരുത്തും. ചോദിച്ചു നോക്കൂ, ഏത് ഭാഷയിലാണ് ചോദിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് പച്ച സത്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ പറയപ്പെട്ടതിനെ ഈ 3 ഏരിയാസിനെയും നിയന്ത്രിച്ചുകൊണ്ട് വിശ്വാസവും സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ലസ്റ്റും, ഇതിനെ 3 കൂടിയും കൃത്യമായി സംയോജിപ്പിച്ചുകൊണ്ട് എനർജറ്റിക് ആക്കിക്കൊണ്ട് ഉപബോധ മനസ്സിൽ കൃത്യമായ ആശയങ്ങൾ കൊടുക്കാൻ നമ്മൾ പഠിക്കുക, പരിശീലിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തും ഈ വഴിയിലൂടെ മനുഷ്യൻ നേടിയെടുക്കാൻ പറ്റും. എന്തും ഈ 3 എണ്ണത്തെ സംയോജിപ്പിച്ചുകൊണ്ട് എന്തും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ സ്നേഹം എന്ന വികാരം ഇല്ല, ഒരാൾ ക്രൂരനാണ്, സ്വാർത്ഥതയുള്ള ആളാണ്, എൻ്റെ കാര്യം മാത്രം നടക്കണം, സെൽഫിഷ്നെസ് ആണ്, എപ്പോഴും ഉയർന്നിരിക്കണം, ഞാൻ മറ്റുള്ളവരെക്കാളും പ്രാധാന്യമുള്ള ആളാണ്. അങ്ങനെ വരുമ്പോ ഒരു സമ്പൂർണ്ണ വിജയം അയാൾക്കുണ്ടാവില്ല. അത് സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. സ്നേഹത്തിന് ഓപ്പോസിറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ സ്നേഹത്തിന് എതിരാണിത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയമായ വികാരമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു മനസ്സിന്റെ തലമാണ്, അന്ധവിശ്വാസമല്ല. കുറെ അറിവും അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സ് എത്തിച്ചേരുന്ന ഒരു ഉയർന്ന അവസ്ഥയാണ് വിശ്വാസം. അതല്ലാതെ ഈ സാധാരണക്കാർ ആൾക്കാർ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇത് വായിച്ചിട്ട് അത് അങ്ങനെ ആയിരിക്കുമെന്ന് യാതൊരു അനുഭവമോ ഒരു വെളിച്ചമോ ഉള്ളിൽ പ്രവേശിക്കാതെ ഇങ്ങനെ മനക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ല വിശ്വാസം. ചില പ്രത്യേക അറിവുകളിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സ് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് വിശ്വാസം. അറിവുമില്ല, അനുഭവമില്ല. ഇതുപോലെ മലേഷ്യയിലോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ പോയിട്ടുമില്ല, പോയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വിശ്വാസം മലേഷ്യ ഇങ്ങനെ ആയിരിക്കും, അത് 100% തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒത്തിരി പുതിയ കാര്യങ്ങൾ കേൾക്കുക, പുതിയ കാര്യങ്ങൾ അറിയുക, എന്താ പറയുക, കോൺസ്റ്റന്റ് ആയിട്ട്.
അതായത് സ്ഥിരമായിട്ട്. ഇപ്പൊ ഇന്ന് ഒത്തിരി ആൾക്കാർ വന്നു, ഒരുപക്ഷെ നാളെ കുറച്ചുകൂടി ആൾക്കാർ കുറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ കുറയാൻ കാരണം? സ്ഥിരത, അതങ്ങനെ ഒരു സംഭവം നമ്മുടെ ബ്രെയിനിൽ ഇല്ല. ഒന്ന് എത്തി നോക്കും, നമ്മൾ ജസ്റ്റ് നോക്കട്ടെ എന്തുവാണ് ഇതിൽ സംഭവിക്കുന്നത്, ഒന്ന് നോക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇപ്പൊ ഹാപ്പി പാർക്കിനെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർ ജസ്റ്റ് നിരീക്ഷിക്കുന്നു, പോകുന്നു, ആർക്കൊന്നും കിട്ടില്ല. നേരെ മറിച്ച് സറണ്ടർ ആവണം, നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. ആ രൂപത്തിലോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഒരു സമ്പൂർണ്ണമായ വിജയത്തിലോട്ട് പോകുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുറ്റവാളികൾക്കിടയിലാണ് ഒരു മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ, പരാജയത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന ഒരു സംഘം ആൾക്കാരുടെ കൂടെയാണ് ഒരു മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ, ആ മനുഷ്യന്റെ ഉപബോധ മനസ്സ് പതുക്കെ പതുക്കെ ഈ ഒരു എന്താ പറയാ, ചുറ്റുമുള്ള ആളുകളുടെ മാനസികാവസ്ഥ പതുക്കെ 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 തന്നിലോട്ട് ആവാഹിച്ച് നമ്മളും അങ്ങനെയായി മാറും. എന്നാൽ ക്രിയേറ്റീവായ, സമൃദ്ധിയുള്ള, സന്തോഷമുള്ള, സ്നേഹമുള്ള, ലോകത്ത് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മുടെ മനസ്സെങ്കിൽ ഉറപ്പാണ്, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മളെങ്കിൽ, നമ്മുടെ മനസ്സും പതുക്കെ പതുക്കെ അങ്ങനെയായിട്ട് മാറും. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താണോ നമ്മുടെ മനസ്സിൽ ഡൊമിനേറ്റ് ആയിട്ടിരിക്കുന്നത്, അത് വേദനയാണോ, അത് നഷ്ടമാണോ, അത് പരാജയമാണോ, അങ്ങനെയാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ലൈഫിൽ വരൂ. എന്നാൽ നമ്മൾ ഇതുപോലുള്ള അറിവും വെളിച്ചവും ട്രഷർ പോലുള്ള EFT പോലുള്ള മണി മൈൻഡ് സെറ്റ് പോലുള്ള അതിശക്തമായത് കേട്ട് നമ്മുടെ അറിവും നമ്മുടെ അനുഭവവും നമ്മുടെ ഉള്ളിലെ വികാരങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ, ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് സമാധാനമാണെങ്കിൽ, ഉറപ്പാണ് നമ്മുടെ ലൈഫിൽ എന്തെല്ലാമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ജീവിതത്തിലോട്ട് വരും. ഒറ്റ കാര്യമുള്ളൂ, എന്താണ് നമ്മുടെ ഉള്ളിൽ ഉയർന്നു നിൽക്കുന്നത് അത് മാത്രമേ വരൂ. അപ്പൊ അങ്ങനെ സമൃദ്ധിയെ ഉയർത്തി നിൽക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ അയാൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. സെൽഫ് ഡിസിപ്ലിൻ, അതായത് അയാളോട് കമ്മിറ്റ്മെന്റ് ചെയ്യണം, അയാൾ വില്ലിങ് ആവണം, എനിക്ക് ലൈഫ് മാറണം, എൻ്റെ ലൈഫ് പുതിയ തലത്തിലോട്ട് പോകണം. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകുമ്പോൾ ആരുടെ മനസ്സ് വിജയത്താൽ, വില്ലിങ്നെസ്സാൽ സ്വാധീനിക്കപ്പെട്ടുവോ, അയാൾ അതിൽ ഉറച്ചു നിൽക്കുന്നുവോ, ഉറപ്പാണ് ഒരു ദിവസം അയാൾ വിജയിക്കും. ഈ മനസ്സ്, അതായത് ശാന്തിയും സമാധാനവും നന്ദിയും അതുപോലെ തന്നെ ഈ പോസിറ്റിവിറ്റിയും കൊണ്ട് നിറക്കപ്പെട്ട മനസ്സ് സദാസമയവും അവരുടെ ഉപബോധ മനസ്സുമായിട്ട്, അതല്ലെങ്കിൽ പ്രപഞ്ച മനസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവരെ തകർക്കുവാൻ കഴിയില്ല. എത്ര പേർക്ക് ഈ ഒരു അവസ്ഥയിൽ നിലനിൽക്കുവാൻ താല്പര്യമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത്. എത്ര പേർക്ക് ഈ ഒരു അവസ്ഥയിൽ നിലനിൽക്കുവാൻ താല്പര്യമുണ്ട്? പ്ലീസ് ടൈപ്പ്. എത്ര പേർക്ക് ഈ ഒരു അവസ്ഥയിൽ നിലനിൽക്കുവാൻ താല്പര്യമുണ്ട്? പ്ലീസ് ടൈപ്പ്. ഇതൊരു ചെറിയ കാര്യമല്ല എൻ്റെ സഹോദരങ്ങളെ. ആരുടെ മനസ്സ് ക്രിയേറ്റിവിറ്റിയിലോട്ട് വില്ലിംഗ് ആയി നിൽക്കുന്നുവോ, ആരുടെ മനസ്സ് ശാന്തിയിലും സമാധാനത്തിലും ഉറച്ചു നിൽക്കുന്നുവോ, അവരുടെ മനസ്സ് പ്രപഞ്ചബോധവുമായിട്ട്, അല്ലെങ്കിൽ ഉപബോധ മനസ്സ് പ്രപഞ്ച യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. അതുമായിട്ട് കണക്ഷനിലായിരിക്കും. ഉറപ്പാണ് അയാൾക്ക് ചുറ്റും അയാൾ ഇച്ഛിക്കുന്ന രൂപത്തിൽ ജീവിതം കടന്നു കറങ്ങും. ഇതാണ് ജീവിത വിജയത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഇനി നാളെ നമുക്ക് കുറെ കൂടി ഡീപ്പായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. മനസ്സിലായില്ലേ? നമ്മളോട് സംസാരിക്കേണ്ട ചില അഫർമേഷൻസുകളുണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നാളെ പഠിക്കാം. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥിരോത്സാഹമില്ലാത്ത ഒരാൾ ജീവിതത്തിൽ എങ്ങുമെത്തില്ല. സ്ഥിരോത്സാഹമില്ലാത്ത ഒരാൾ ജീവിതത്തിൽ എങ്ങും എത്തില്ല. ജസ്റ്റ് ഒരു കടി ഇവിടുന്ന് കടിച്ചു നടക്കില്ല. നമ്മൾ കണ്ടില്ലേ പരുപരുത്ത പാറകളൊക്കെ നമ്മുടെ തൊഴിലാളികൾ അടിച്ച് പൊട്ടിച്ച് മണൽ ഭസ്മമാക്കി കളയുന്നത്. അതൊരൊറ്റ അടി അടിച്ചിട്ട് പൊട്ടു അങ്ങനെ ഒഴിവാക്കുന്നതല്ല.
സ്ഥിരോത്സാഹം വേണം. ഉറപ്പാണ് ഈ മൂന്നെണ്ണമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നന്മ ഉണ്ടാകുമ്പോഴേ സ്നേഹമുണ്ടാകും. സ്നേഹമെന്ന് പറയുന്നത്, ഉദാഹരണമായിട്ട് ഒരാൾ പറയാണ്, എനിക്ക് എൻ്റെ ഭാര്യയോട് അങ്ങേയറ്റം സ്നേഹമാണ്, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് അങ്ങേയറ്റം സ്നേഹമാണ്. അതല്ല. എന്നാൽ ഇതേ സ്നേഹമാണെന്ന് എന്ന് പറയുന്ന ഈ ഭാര്യയെ എത്ര ആൾക്കാർ അടിക്കുന്നു, എത്ര ആൾക്കാർ ഡിവോഴ്സ് ചെയ്യുന്നു. നേരത്തെ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞ ആൾക്കാർ, അതിൻ്റെ അർത്ഥം അത് സ്നേഹമല്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന്റെ നന്മയിൽ നിറഞ്ഞ ശാന്തി, സ്ഥിരമായ ഒരു അവസ്ഥയാണ് സ്നേഹം. അല്ലാതെ ഫിസിക്കലി ഒരു കാമുകനും കാമുകിക്കും തോന്നുന്ന എന്താ പറയുക, ഒരു ഡോപമിൻ റഷ് കൊണ്ട് തോന്നുന്ന ഒരു തരം എന്താ പറയുക വൈകാരിക സുഖമോ അല്ലെങ്കിൽ വൈകാരികമായ അവസ്ഥയോ അല്ല സ്നേഹം എന്ന് തിരിച്ചറിയുക. അത് പെർമനന്റ് ആണ്. സ്നേഹം പെർമനന്റ് ആണ്. അതൊരു മാനസിക തലമാണ്. വിശ്വാസവും ഒരു മാനസിക തലമാണ്. അത് അന്ധവിശ്വാസമാവാൻ പാടില്ല. അത് ജ്ഞാനവും അനുഭവവും കൊണ്ട് നിറക്കപ്പെട്ടതായിരിക്കണം വിശ്വാസം. ഈ തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ അയാൾക്ക് വില്ലിങ്നെസ് വേണം. അയാൾ റെഡിയാവണം. ഞാനൊന്ന് നോക്കട്ടെ എന്നല്ല, ഞാനത് ചെയ്യും. കഴിഞ്ഞ എറണാകുളത്തൊരു ഒരാൾ പറഞ്ഞു, 2 വർഷത്തോളമായി, അവരൊരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവും, ഒരു പൈസ ഉണ്ടായിരുന്നില്ല കയ്യിൽ. നമ്മുടെ എന്താ പറയുക, കടം കൊണ്ട് വരഞ്ഞു വരുന്നോ എന്നൊരു വീഡിയോ കണ്ടുകൊണ്ട് ഇതിലോട്ട് വന്നു. ഫസ്റ്റ് തന്നെ മണി മൈൻഡ് സെറ്റിങ്ങിൻ്റെ 10 ദിവസ പ്രോഗ്രാമാണ്. അത് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ലോകോത്തര നിലവാരമുള്ളൊരു കോഴ്സ്, വളരെ കുറഞ്ഞ തുച്ഛമായ പൈസ നമ്മളത് ആളുകൾ കൊടുത്തു. അപ്പം അത് കൃത്യമായി സറണ്ടർ ചെയ്തു. 2 പതിറ്റാണ്ടോളമായി ലഭിക്കാതിരുന്ന, എന്താ പറയുക, കുടുങ്ങിക്കിടന്നിരുന്ന, ഡെഡായി കിടന്നിരുന്ന ആ സംഗതികളൊക്കെ ഇളകി ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അവർ നമ്മുടെ ഓഫീസറോട് വിളിച്ച് ചോദിച്ചു, നിങ്ങൾ വല്ല ബ്ലാക്ക് മാജിക്കും ചെയ്യുന്നുണ്ടോ? ഇന്നലെ അവരത് യൂട്യൂബിലിട്ടിട്ടുണ്ട്, ഞാനല്ല ഇട്ടത്, അവർ യൂട്യൂബിലിട്ടത് നിങ്ങൾ കണ്ടു കാണും. ബ്ലാക്ക് മാജിക് അല്ല ഇത്. നമ്മുടെ ഉള്ളു മാറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളു മാറും. ഇതൊന്നും വാക്കുകൊണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാക്കുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ തന്നെയാണ് പലരെയും നശിപ്പിക്കുന്നത്. ഇപ്പം ചില ആൾക്കാരൊക്കെ, ചില കുഞ്ഞുങ്ങൾക്ക് എന്നും അസുഖം, ഈ മാതാവും പിതാവും ഇതന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. നാളെപ്പം എന്താ, ഒരാഴ്ച, ഒരു മാസമായല്ലോ ഇപ്പം അസുഖമൊന്നും ഇല്ലാത്തത്, അടുത്ത മാസം മുതൽ തുടങ്ങാൻ സാധ്യതയുണ്ട്, അത് തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഉറച്ചിരിക്കുക, കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക. ഹാപ്പി പാർക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ 3 അവസ്ഥയിലോട്ട് മാറാൻ വേണ്ടി സ്നേഹവും വിശ്വാസവും അതുപോലെ തന്നെ കാമത്തെ നമുക്കൊരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. പക്ഷെ ഈ കാമത്തെ എങ്ങനെയാണ്, നമ്മൾ സെക്ഷൽ എനർജിയെ എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും പുരോഗതിയിലോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുക എന്നതൊക്കെ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ പറയും. എല്ലാം ഒരു ദിവസം കൊണ്ട് പറയില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുക. ഉറപ്പാണ് എനിക്ക് നിങ്ങളോട് നൽകുവാനുള്ളത് വിജയത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്, സന്തോഷത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. സോ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ വളരെ സന്തോഷം. ഇത്രയും സമയം നിങ്ങൾ എല്ലാവരും കേട്ടിരുന്നു. Any doubts, my dear friends? If you feel any doubts, you can ask me right now. Clear അല്ലേ പറഞ്ഞതൊക്കെ? എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Any doubts? Can you hear, my dear friends? Yes, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much. Thank you, sir. മറ്റു ചോദ്യം എന്തെങ്കിലും ഡൗട്ട്സ്? Thank you, sir. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? Any doubts? ഹലോ സാർ, ആ, പറയൂ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാനേ സാർ മിനിയാന്ന് ഒരു വോയിസ് ഇട്ടീനു, പിന്നെ എനിക്ക് അതിനൊരു മറുപടിയും കിട്ടിയിട്ടില്ല. ഹാജറാണ് ഒരു വോയിസ് ഇട്ട്. അപ്പൊ സാർ ഞാൻ വിളിച്ചപ്പം പറഞ്ഞ് സാറിനോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ വോയിസ് ഇടാൻ പറഞ്ഞു. അപ്പൊ അതിനെനിക്കൊരു മറുപടി ഒന്നും കിട്ടിയില്ല. എന്റെ മകന്റെ ഒരു കാര്യം പറഞ്ഞിട്ടേനും. ശരി, ഒരു കാര്യം ചെയ്യൂ. അത് ആരാണ് എന്നതൊന്ന് നോക്കൂ. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ശരി ശരി ശരി, സന്തോഷം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ചോദിക്കാനുണ്ടോ? ഇനി എല്ലാവരോടും പറയുന്നത്, പറയൂ.
സാർ മീരാൻ ബഹ്റൈനിൽ നിന്ന് സംസാരിക്കുന്നു. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നലത്തെ സാറ് സെക്ഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മലേഷ്യയിലെ ഒരു അനുഭവം പങ്കുവച്ചപ്പോ അതേ അനുഭവങ്ങൾ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുകയാണ്, അതായത് നമ്മളിപ്പോ ഒരു വണ്ടി ഒരു സൈഡിൽ കൂടെ വന്ന് വേറൊരാൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം ധൃതി കാണിച്ചു കഴിഞ്ഞാൽ മറ്റവനവിടെ നിർത്തി കൊടുത്തിട്ട് കൈകൊണ്ട് പൊക്കോ എന്ന് കാണിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാരിൽ കാണുന്നുണ്ട്. അപ്പൊ ഞാനിതങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇവിടെ മാത്രം ഉള്ളൂ എന്ന് ചിന്തിച്ചു. പക്ഷെ ഇവിടെ മാത്രമല്ല, നാട്ടിലും പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അന്നേരം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവരുടെ നന്മകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്റെ ഉള്ളില് അങ്ങനെ ഒരു അവസ്ഥ ധ്രുവാന്തരപ്പെട്ടപ്പോഴാണ് ആ ഒരു അവസ്ഥ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. ആ നാടുകളിൽ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കുമാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അതുകൂടാതെ യാത്രയിൽ ബദറുദ്ദീൻ സാർ ഉണ്ടായിട്ടില്ല എന്ന് ഞാനിങ്ങനെ ഉറപ്പിച്ചായിരുന്നു, പറയുകയും ചെയ്തായിരുന്നു. പക്ഷെ അതെന്റെ ഒരു തെറ്റായിരുന്നുള്ളത് സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായി. ഫാമിലിയോട് കൂടി പങ്കെടുത്തു ഞാൻ സാറിനെ വിളിച്ച് ആ പറഞ്ഞതിൽ ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനത് ഇവിടെയാണ് പറഞ്ഞത്, സാറിനോട് നേരിട്ട് പറഞ്ഞില്ല, അറിഞ്ഞില്ല ആണെങ്കിൽ പോലും ആ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എനിക്കിന്ന് അറിയിക്കാനുണ്ടായിരുന്ന ഒരു കാര്യം. ഫാമിലി ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല കാര്യം അത്. വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു. ഏതായാലും ഒരു കാര്യം എല്ലാവരോടും പറയുവാനുള്ളത്, മിറാസ് സാറ് പറഞ്ഞ പോലെ നമ്മളുടെ മാനസിക തലം മാറുമ്പോഴാണ് പലതും നമ്മൾ കാണുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ മതിലുകളും പൊട്ടിച്ചു കളയുവാനും പുതിയ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി അതിന് വില്ലിങ് ആവണം. വില്ലിങ് ആവാതെ ഒരിക്കലും ഒരു കാര്യവും നടക്കില്ല. നമ്മളൊരു ചെറിയൊരു കാര്യത്തിന് പോലും പഞ്ചായത്തിൽ പോവുകയാണെങ്കിൽ ഒരു അപേക്ഷ തരൂ എന്ന് പറയും. എവിടെ സാറേ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാറേ? സാർ കേൾക്കണ്ടാ? പോസിറ്റീവായ കാര്യം മാത്രമേ ചോദിക്കാവൂ. പോസിറ്റീവായിട്ട് തന്നെ എന്റെ മക്കളൊന്ന് മാറി കിട്ടണം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്റെ മക്കളൊരു നന്മയിലേക്ക് പോലെ. വൺ സെക്കൻഡ് ഇത് ഞാൻ പറയാം. ഈ മക്കൾ മാറിക്കിട്ടാൻ ആദ്യം നമ്മൾ മാറുകയാണ് വേണ്ടത്. മക്കൾ മാറണം. കാരണം നമ്മളാണ് നമ്മുടെ കയ്യിലുള്ളത്. മക്കളെ കുറിച്ച് അതിന് ഞാൻ പറയുന്നു, നമ്മുടെ തലം ഉയരണം, നമ്മുടെ ബോധതലം ഉയരണം. നമ്മുടെ ബോധതലം ഉയരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. എന്നോടൊരാൾ പറഞ്ഞു, പിന്നെ എന്താ പറയുക, നേരത്തെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ മകന് സാറെ ഫുൾ ടൈം മൊബൈലിലാണ്, പഠിക്കാൻ താല്പര്യമില്ല, എല്ലാം ആവറേജിൻ്റെ താഴെ, എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കാൻ അതും താല്പര്യമില്ല, ദൈവവിശ്വാസമില്ല, പള്ളിയില്ല, അമ്പലമില്ല, ഞാൻ ആകെ തളർന്നിരിക്കുന്നു സർ. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു റൂട്ടിനെ നിർത്തൂ, ഈ ചിന്താ റൂട്ടിനെ നിർത്തൂ. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ആ കുട്ടിയെ നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങളെ വോൾട്ടേജ് ഇല്ലാതെ 10 വോൾട്ടെങ്ങാനും അപ്പം നിങ്ങളിന്ന് പുറത്തോട്ട് വരുന്നത്. ഈ കുട്ടിയെ നന്നാക്കണമെങ്കിൽ ഒരു 100 വോൾട്ടെങ്കിലും വേണം. ഈ 10 വോൾട്ടുള്ള നിങ്ങൾ എങ്ങനെ ഈ കുട്ടിയെ നന്നാക്കും? ഈ കുട്ടി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കേൾക്കൂല. നിങ്ങളുടെ വോട്ട് കുറഞ്ഞ് വീണ്ടും 0-ലോട്ട് പോയി ചിലപ്പോൾ നിങ്ങൾക്ക് മാനസികാവസ്ഥ വരും എന്നുള്ളതല്ലാതെ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ പോലെ. പിന്നെ അദ്ദേഹത്തിന് ഞാൻ ഈ EFTയിലൊക്കെ ഒന്ന് പങ്കെടുപ്പിച്ചു. അപ്പം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഞാൻ വളരെ പതറ്റിക്കായ അവസ്ഥയിലാണുള്ളത്. പതറ്റിക്കായ അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരാളോട് എന്ത് പറഞ്ഞാലും അത് നടക്കൂല. നമ്മളുടെ ബോധത്തിലും ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ചുറ്റും സംഭവിക്കും. അപ്പം നമ്മുടെ മക്കളെ നന്നാക്കാൻ നമ്മുടെ വഴിയിൽ നമ്മുടെ മാർഗം എന്താ ചോദിക്കുകയാണെങ്കിൽ, അവരുടെ മനസ്സോ അവരുടേതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ഉയരണം. നമ്മളൊരു ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ, മാനസികമായ ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുമ്പോൾ, പിന്നെ നമ്മളെ മക്കളെ കുറിച്ച് പറയുന്നതൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ചുറ്റും സംഭവിക്കും. അതുകൊണ്ട് മക്കളെ നന്നാക്കുന്ന വിഷയത്തിലാവട്ടെ, ആരോടാണ് അതല്ല, ഓന് ഗൾഫ് പോയിട്ട് ഓന് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്നപ്പോഴേ ഓന് വല്ലാതെ വാശി പിടിച്ചു, എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂല അവിടെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. ഇപ്പൊ 2 ദിവസമായിട്ട് അവിടെ നിക്കാന്ന് പറഞ്ഞ്, ഒന്നും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പം പ്രശ്നമില്ല. അപ്പൊ എനിക്ക് കുറെ ടെൻഷൻ മാറിയിരിക്കണ്. അവിടെ ചെന്നപ്പോ പെട്ടെന്ന് ടെൻഷനായി. നാട്ടിൽ വന്നിട്ട് 1 മാസമായിട്ടുള്ളേനു. അപ്പൊ പെട്ടെന്ന് വിസ കിട്ടി പോയതാ. അതുകൊണ്ടുള്ള ടെൻഷനും ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, ഡ്രൈവറാണ്. ശരി. അപ്പോൾ ഏതായാലും ഇതിലൊക്കെ നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലോട് തിരിഞ്ഞതിന് പകരം നമ്മളെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു, ഇങ്ങോട്ട് പോകാൻ ജോലിക്ക് അത് അസ്വസ്ഥത, ഇത് അങ്ങനെ ഇങ്ങനെ.
അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാൻ പറ്റും. പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ തലത്തിലെത്തും. ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ ആ ഇഷ്യൂവിനെ എനിക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ ആ പരിഹരിക്കുവാൻ സാധിക്കുന്ന തലത്തിലേക്ക് ഉയർന്നതുകൊണ്ടാണ് എനിക്കതിന് സാധിക്കുന്നത്. എന്തുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ലൈഫിൽ ഇഷ്യൂസുകൾ മാറിപ്പോകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആ രൂപത്തിലോട്ട് ആകുമ്പോഴാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പരാതി പറയാൻ നോക്കുക, എന്നോട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം EFTയുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ എഴുതി വാങ്ങും. എത്രയോ ആളുകൾ അവിടെ ഇഷ്യൂസുകളൊക്കെ എഴുതും. അതിനൊക്കെ നമ്മൾ പരിഹാരം കൊടുക്കുന്നു. ആ പരിഹാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തലത്തിലോട്ട് അവരെ എത്തിക്കുവാൻ അവരെ സഹായിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. കരീം സാറേ, സാറും ടീമും മലേഷ്യയിലൊക്കെ പോയപ്പോൾ ഞങ്ങളും എല്ലാം മലേഷ്യയിൽ എത്തിയൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോ ആ മലേഷ്യയിൽ നിന്ന് പകർത്തിയ നല്ല ഫോട്ടോസ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. അതൊക്കെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് നല്ല ഫോട്ടോസ് നോക്കിയിട്ട്, നല്ല ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഫോട്ടോസൊക്കെ നോക്കിയിട്ട് അയച്ചു കൊടുക്കണം സാർ. ഓക്കെ, ആൾക്കാർ കുറെ കാണട്ടെ നമ്മുടെ മലേഷ്യയിലെ മനോഹരമായ മുഹൂർത്തങ്ങൾ. ടിൻ ടവറിൻ്റെ അടുത്ത് പോയതും അതുപോലെ തന്നെ ഒത്തിരി എക്കോറിയം ഒക്കെ വളരെ മനോഹരമായിരുന്നു. അതൊക്കെ അതിൽ ഏറ്റവും നല്ലത് നോക്കിയിട്ടൊന്ന് അയച്ചു കൊടുക്കണം സാർ. ഓക്കെ. അതായത് നമ്മുടെ ഈ ഉള്ളത് നന്നായെങ്കിൽ ഈ പ്രപഞ്ചം നമ്മളെ ആകർഷിച്ച് വിജയം ഉണ്ടാകത്തുള്ളൂ. ഒന്ന്. രണ്ട്, നമുക്ക് എനിക്കിപ്പോ ഒരു പ്രശ്നം, ഇമോഷണലായിട്ട് സ്നേഹത്തിൽ പോകണം എന്നല്ല ഒരു ആഗ്രഹം. പക്ഷെ അവരുടെ തെറ്റ് കാണുമ്പോൾ ഞാനങ്ങ് പ്രതികരിക്കും. അതൊരു കോപത്തിലേക്ക് വരിക വീണ്ടും. ശരി, അതായത് അത് സ്വാഭാവികമാണ്. മനുഷ്യന് കോപത്തിൽ വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോർമൽ പ്രോസസ്. പക്ഷെ അത് നമ്മൾ മനസ്സിനെ അതിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോപം പോലും അവിടെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യും. അതൊരു ഡീപ്പ് തലമാണ്. നമ്മുടെ മനസ്സിനെ അതിജയിക്കുവാൻ നമുക്ക് കഴിയണം. മനസ്സിനെ അതിജയിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ പെർമനൻ്റായ വിജയം ഉണ്ടാവും. അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്ലാസ് കരീം സാറ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ദേഷ്യം പിടിക്കണ്ട, അവിടെ ഞാൻ മിണ്ടാണ്ടെക്കുക എന്ന് പറഞ്ഞാൽ അപ്പം കുറച്ച് മിണ്ടാണ്ടെക്കും. 2 ആഴ്ച കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിട്ട് വീണ്ടും വരും. അപ്പോൾ ട്രഷറിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് കിട്ടും. നമ്മുടെ മനസ്സിനെ നമുക്ക് അതിജയിക്കുവാൻ സാധിക്കും, ബോധത്തെ ഉയർത്തുവാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ്. ഞാൻ ചോദിച്ച ചോദ്യം തന്നെ എനിക്കും ചോദിക്കാനുണ്ട്. കാരണം പല സ്ഥലത്തും തന്നെ എനിക്ക് എന്തെങ്കിലും റോങ് ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടോ കാണുന്ന കാര്യങ്ങളിൽ ഞാൻ പെട്ടെന്ന് കയറി അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, അതായത് ഇപ്പൊ രണ്ടുപേരും പറഞ്ഞ ഇത് തന്നെയാണ്. നമുക്ക് ചില സ്ഥലത്ത് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് വീട്ടിലൂടെ കയറി വരുന്നു, മക്കൾ വായിക്കുന്നില്ല, ഫുൾ മൊബൈലിലാണ്. ആ സമയത്ത് നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും. ആ ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തോടു കൂടിയുള്ള ദേഷ്യമാണ്. ചിലപ്പോൾ ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ, അവിടെ നമ്മൾ ചിലപ്പം ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും. അതൊക്കെ നമ്മുടെ കൺട്രോളിലാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൺട്രോളിനെ നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുവരുവാനുള്ള പവർ നമ്മൾ നേടിയെടുക്കുക എന്നതാണ് ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കാർ ഓട്ടുന്നത് ഇങ്ങനെയാണ് പറയും പോലെയാണ്. അതിനാണ് നിങ്ങൾക്ക് EFT എന്താ പറയുക, പിന്നെ ചെയ്യണം, മണി മൈൻഡ്സെറ്റ് ചെയ്യണം, ട്രഷർ ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഇത്രയും കാലം കടന്നു പോകുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ട്രഷറിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരാളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആ നേരത്തെ ഉണ്ടായിരുന്ന ഈ മുൻകോപവും എടുത്തുചാട്ടവും ഇതൊക്കെ എത്ര ശതമാനം കണ്ടു കുറഞ്ഞു? ട്രഷറിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സംസാരിച്ച് എനിവൺ? ഒരുപാട് കുറഞ്ഞു സാറേ. കുറഞ്ഞു, കൺട്രോള് വളരെ കൺട്രോൾ. സാറ് പറയട്ടെ, നിങ്ങളുടെ ഇപ്പോൾ ട്രഷറിന്റെ ഒരു ബാച്ച് പൂർത്തിയാക്കി, അതായത് 6 മാസം പൂർത്തിയാക്കി, എല്ലാം മുടങ്ങാതെ ചെയ്തു. നിങ്ങൾക്ക് നേരത്തെ ഈ എടുത്തുചാട്ടവും ദേഷ്യവും മുൻകോപവും അതേപോലെ തന്നെ തെറ്റിദ്ധാരണകളും എപ്പോഴും മാനസികമായിട്ടുള്ള ഒരു തരം വെറീനസ് ഇതൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നോ? ഇപ്പൊ എന്താ അവസ്ഥ ഒന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു. ഇപ്പൊ വളരെ ക്ലിയർ ആയി, വളരെ സുഖം, സന്തോഷം. സാറ് ഹാർമണി ആയിക്കൊണ്ട് ജീവിക്കുന്നു. എല്ലാരോടും പറയാനുള്ളത്, സാറ് പറയുന്നത് മുഴുവൻ
കേട്ട് അതേപോലെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം മാറി മറിയും, ഉറപ്പാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ വരും, നമ്മളിൽ ഉണ്ടായിരുന്ന മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ മാറും. വളരെ വളരെ സന്തോഷം. അപ്പൊ ഈ മുൻകോപമാണ് എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അത് ചെയ്യേണ്ടത് ഇതാണ്. ഇത് നമ്മുടെ ബോധത്തെ ഉയർത്തുക മനസ്സിന്റെ മുകളിലേക്ക് എന്നതാണ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏതുപോലെ നിൽക്കും ചോദിക്കുകയാണെങ്കിൽ, MBBS എങ്ങനെ ഒരാൾ സർജറി ചെയ്യുമെന്ന് ചോദിച്ചാൽ ഏതുപോലെ ഇരിക്കും അതുപോലെ ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അയാൾ പറഞ്ഞു ട്യൂമറാണ്, മാറ്റണം. അപ്പോൾ ട്യൂമർ മാറ്റണം എന്ന് പറയാം, അത് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അതുപോലെയാണത്. ഇതിന് ചെയ്യേണ്ടത് മനസ്സിൻ്റെ മുകളിൽ ബോധത്തെ ഉയർത്തുക എന്നതാണ്. അത് ഒരു ദിവസം കൊണ്ടല്ല. നമ്മൾക്ക് ഒരു 10-40 വയസ്സ് നമുക്കുണ്ടെങ്കിൽ, 50 വയസ്സ് നമുക്കുണ്ടെങ്കിൽ, 60 വയസ്സ് നമുക്കുണ്ടെങ്കിൽ, 70 വയസ്സുണ്ടെങ്കിൽ, അത്രയും കാലം നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് കേടുവരുത്തി വെച്ചൊരു സാധനമാണ്. ഇതിനെ നോക്കൂ നിങ്ങൾ, അത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ? ഒരു ട്രഷർ പോലത്തെ ഒരു 6 മാസത്തെ ഒരു കോഴ്സ് കൊണ്ട് ഇതിനെ മുഴുവനും, അതായത് 0 മുതൽ നിങ്ങളിപ്പോൾ എത്തിയ പ്രായം വരെയുള്ള എല്ലാ മിസ്റ്റേക്കിനെയും പരിഹരിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷവും ഒരു പ്രതീക്ഷയുമല്ലേ? സ്വർണോ? Yes, sir. Yes, Yes, sir. Yes, sir. sir. That is what I have to. Yes, sir. Thank you, sir. ശരി, വളരെ വളരെ സന്തോഷം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോൾ നാളെയും ഇതേപോലെ ഈ സെഷന്റെ ബാക്കി ഭാഗം ഉണ്ടാവും. എല്ലാവരും ലൈവിൽ തന്നെ പങ്കെടുക്കുക. നമ്മൾ കുറേ കൂടി ഡീപ്പായിട്ട് നാളെ ചർച്ച ചെയ്യും. അതേപോലെ തന്നെ എന്താ പറയുക, അടുത്ത 13-ാം തീയതി നമ്മൾ 8ാമത്തെ ബാച്ച് മണി മൈൻഡ് സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയും. ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ അതിലെങ്കിലും ഒന്ന് പങ്കെടുക്കുക. നമ്മൾ ഒരു വില്ലിംഗ് ആണ്, നമ്മൾ മാറാൻ വില്ലിംഗ് ആണ് എന്നതിൻ്റെ ഒരു തെളിവാണ് ഇങ്ങനെയുള്ള ഒരു ചുവട് വെക്കുക. ഒരു ചുവടും വെക്കാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവുക. ഓക്കെ, സോ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സമയം ഒത്തിരിയായി. എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, വളരെ വളരെ സന്തോഷം. Thank you, sir. Thank you, sir. പറയൂ. ഹലോ, ആ, ഈ മോട്ടിവേഷൻ എന്ന് പറയും. ഹലോ പറയൂ. ഹലോ. ഈ സൂമ് വീട്ടിലുള്ള സംസാരങ്ങളൊക്കെ നാട്ടുകാർ മൊത്തം കേൾക്കും, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കും. പറയൂ സർ. ഈ 13-ാമത്തെ ഓഫ്ലൈൻ ഓൺലൈനാണ്? ഓൺലൈൻ. അതെ, ഓക്കെ. അത് നിങ്ങൾ ഓഫീസുമായിട്ട് ഈ ഓഫ്ലൈൻ EFTക്ക് എന്താ ഉണ്ടാകുന്നത്? അത് അടുത്ത മാസം ഉണ്ടാവും. ഓഗസ്റ്റില് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ. അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക. എന്നിട്ട് നമ്മുടെ ബോധത്തെ ഉയർത്തുക, നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ കെമിക്കൽസിനെ കൊന്നുകളയുക. ഓക്കെ. ഇനി എന്താണ് സാർ എറണാകുളത്തെ ക്ലാസ്? അത് വരും, അടുത്ത മാസം വരും, എന്തായാലും വരും. എറണാകുളത്തും കോഴിക്കോടും എന്തായാലും പ്രോഗ്രാംസ് അടുത്ത മാസങ്ങളിൽ വരും കേട്ടോ. അതിനു മുമ്പ് മണി മൈൻഡ് സെറ്റിൽ വേണം പങ്കെടുത്തോളൂ. സിന്ധു മാഡം മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല സാർ, സാധിച്ചില്ല, പങ്കെടുക്കണം. നെക്സ്റ്റ് ബാച്ചിൽ ഈ മാസം വരുന്നുണ്ട്. എല്ലാ ബാച്ചും നമ്മൾ റിച്ച് വൈബ് ക്ലബിന്റെ ഒരു ഓത്താണ്. ഈ ഒരു വർഷം മുഴുവനും 12 ബാച്ച് ഓട്ടണം. അപ്പോൾ 7 ബാച്ച് കഴിഞ്ഞു, വിജയപ്രദമായി കഴിഞ്ഞു. മണി മൈൻഡ് സെറ്റിൽ കഴിഞ്ഞ ബാച്ചിൽ പങ്കെടുത്ത ആരെങ്കിലും ഇതിലുണ്ടോ? കഴിഞ്ഞ 7ാമത്തെ ബാച്ചിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു മുഹമ്മദ് ഇക്ബാൽ സാർ കഴിഞ്ഞ മണി മൈൻഡ് സെറ്റിൽ? വളരെ ഉഷാറാണ് സാറേ. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തോന്നുന്നുണ്ട്. അവർ ഓരോ കാര്യങ്ങളും, പിന്നെ പണത്തിന്റെ കാര്യത്തിലായാലും ശരി, എല്ലാത്തിലും എനിക്ക് നല്ലൊരു കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾ അതിന് ചെലവാക്കിയ പൈസയും നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ എന്ത് പറയുന്നു സാർ? ചെലവാക്കിയ പൈസ ഒന്നും ഒരു പൈസ ഇല്ല സാറേ. കാരണം ഞാൻ വളരെ നെഗറ്റീവ് ചിന്തകളുടെ ഒരു കൂമ്പാരം കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. പൈസ ഒന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല അവിടെ. ഓക്കെ, വളരെ സന്തോഷം. ആ പൈസ എന്ന് പറയുന്ന ഒരു കടമ നമ്മൾ കടന്നെങ്കിലേ അങ്ങോട്ട് എത്തൂ. നമുക്കൊരിക്കലും എന്താ പറയുക, പ്രപഞ്ചം ഒന്നും നമുക്ക് വെറുതെ തരില്ല. നമ്മൾ വില്ലിങ് ആവുമ്പോൾ നമുക്ക് തടസ്സമിട്ട് തരും. ആ തടസ്സത്തെ അതിജയിക്കുന്നവർക്ക് മാത്രമേ വിജയം കിട്ടൂ. മനസ്സിലായില്ലേ? സാധാരണ പറയാറുണ്ട്, എന്താ പറയുക,
പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയില്ല എന്നത്. വളരെ വളരെ സന്തോഷം. ഓക്കെ, ഒത്തിരി ആളുകൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ മണി മൈൻഡ് സെറ്റിലുള്ള അല്ലെങ്കിൽ എറണാകുളത്ത് പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ബാച്ചിൽ എറണാകുളത്ത് പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ജീവ KR എറണാകുളത്തെ പ്രോഗ്രാം എങ്ങനെ, എന്ത് തോന്നുന്നു? ഇപ്പോഴും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു, ഇപ്പം എന്ത് തോന്നുന്നു? ആ മണി മൈൻഡ് സെറ്റ് ഭയങ്കര സൂപ്പർ ആയിരുന്നേ. പക്ഷെ ഞാൻ എറണാകുളത്ത് വന്നില്ലേ, എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തു എന്റെ കംഫർട്ട് സ്റ്റേജ്. ഞാൻ സാധാരണ ഞാൻ എപ്പോഴും ബാക്കിലാണ് പോയിരിക്കാറ്, ഞാൻ അന്ന് ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്നു. പക്ഷെ സാറ് എന്നോടൊന്ന് ചോദിക്കുക, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ അതും കൂടി ഞാൻ ബ്രേക്ക് ചെയ്തതാണ്. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ ബ്രേക്ക് ചെയ്തു, ഷുഗറുള്ള കാര്യം. സന്തോഷം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. പിന്നെ ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ട് ഓരോരുത്തരും മുഖം അനുസരിച്ച് പരിചയം ഉണ്ടാവില്ല. കാരണം ഞാൻ നിങ്ങളാരും കാണുന്നില്ലല്ലോ, സൂമിലാരും നിങ്ങൾ തുറന്നു വെക്കുന്നുമില്ല. പിന്നെ പലരും ചിന്തിക്കും ഈ ലൈവ് പ്രോഗ്രാമിൽ സാർ എന്നോട് സംസാരിച്ചില്ല എന്ന്. കാരണം നിങ്ങളെ പേരറിയില്ല. ഞാൻ അധികം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കാം, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യാത്ത. വീഡിയോ ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ കട്ടായി പോകും, അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. കാരണം പേര് കാണുമ്പോൾ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞോന്നില്ല. ഒരുപാട് ആൾക്കാരില്ല, 100-150 റേഞ്ച് ആൾക്കാരുണ്ട് അന്ന് അവിടെ. ആ ഹാള് ഫുള്ളല്ലായിരുന്നു എറണാകുളം സാർ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫേസ് ടു ഫേസ് അറിയാത്തത്. ഇനി എന്ത് ചോദിക്കാനുണ്ടോ? നമ്മുടെ ദുബായ്ക്കാരനൊക്കെ ഇവിടെ ഉണ്ട്, വളരെ മനോഹരമായിട്ട്. എന്ത് പറയുന്നു നായർ സാർ? വെരി ഗുഡ്. വളരെ വളരെ സന്തോഷം. അടുത്ത ട്രഷറിൽ പങ്കെടുത്തോളൂ. ട്രഷറിൽ പങ്കെടുത്താൽ എല്ലാം തീരും. Okay. I think if you attend in this course, your life will be changed totally. I know that. I want that actually. Definitely, everything will be changed. Mentally, physically, and financially. Yeah. Mentally, physically, financially, and spiritually. Okay. ഇതാണ് ജീവിതത്തിലെ Thank you for your guidance. ഓക്കെ. ഇപ്പൊ EFT പങ്കെടുത്തപ്പോ തന്നെ ഒരു പകുതി ആശ്വാസമായില്ലേ സർ? Yes. വളരെ സന്തോഷം. ശരി, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറിന് 76 വയസ്സുണ്ടല്ലേ? എത്ര വയസ്സാ ഉള്ളത്? 67, 66, 76. 76, yeah. വളരെ സന്തോഷം. ഈ ഒരു പ്രായത്തിലാണ് ഈ ഒരു വലിയ മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോഴും ഈ വലിയ പഠനത്തിന് വേണ്ടി റെഡി ആവുന്നത്. അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് അപ്രിസിയേഷൻ ചെയ്യണം നമ്മൾ. പലരും പ്രായമാകുമ്പോൾ എനിക്കിനിപ്പോൾ എന്തുവാ, ഏകദേശമൊക്കെ തീരുമാനമാവാനായി എന്നൊക്കെ വിചാരിച്ചിരിക്കുക. അങ്ങനെയൊന്നുമില്ല. ട്രഷറി പഠിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ അന്തസത്ത. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പൊ ഏതാ Ambition never ends. There is no age for ambition. Yeah, definitely. There is no any age. Age is only just a number. Okay. ഇനി നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ദാബൂദ് സാർ എന്ത് പറയുന്നു? ദാബൂദ് സാറും ആയിഷ സാറും ആയിഷ മേഡം ഒക്കെ ഇവിടെ കാണുന്നുള്ളൂ. സുഖമായിട്ടിരിക്കുന്നു. സാർ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നോ? എറണാകുളം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. ഇൻഷാ അല്ലാഹ്. മണി മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇല്ല, ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ അടുത്താണ് ഇപ്പൊ ഇതിൽ ഇങ്ങനെ ജോയിൻ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ പങ്കെടുക്കും തീർച്ചയായിട്ടും. വളരെ ഹാപ്പിയാണ് ഞാൻ. സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്. Thank you.